വിചാരിച്ചിട്ട് ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ ഒരു സ്ഥലമോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പോ ഒന്നും ആയിരുന്നില്ല. അൺഎക്സ്പെക്റ്റഡ്ലി പെഹൽഗാമിലോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടിയപ്പം ഓക്കെ വൈ നോട്ട്, എന്തായാലും ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയൊരു ട്രിപ്പായിരുന്നു. പക്ഷേ ഞാൻ കശ്മീർ എത്തിയതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കശ്മീർ എന്ന് പറയുന്നത്. കശ്മീരിൽ നിന്ന് ആക്ച്വലി ഒരു 2 hours, ഐ തിങ്ക് 2 hours ആണെന്ന്, അതിൽ കൂടുതലുണ്ടോ സംശയമുണ്ട്. അത്രയും ദൂരത്തിൽ വരുന്നൊരു സ്ഥലമാണ് പെഹൽഗാം എന്ന് പറയുന്നത്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് പോലും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ശരിക്കും ഒരു സ്ഥലം കണ്ടിട്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുള്ള ഒരു രാജ്യമാണോ നമ്മുടേതെന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം നേച്ചറിന് ഇത്രയും ഭംഗിയിൽ കാണാൻ എനിക്കറിയില്ല ഞാൻ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഭംഗിയുള്ളത്. പക്ഷേ കശ്മീർ, ഐ തിങ്ക് കശ്മീരിനെ പാരഡൈസ് എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല എന്ന് എനിക്ക് തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു ആക്ച്വലി ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. സോ കശ്മീരിലെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് വാലീസ് തന്നെയാണ്. അവിടെ പലതരം വാലീസ് ഉണ്ട്. സോ ഇത് ആരു വാലിയിലേക്ക് പോകുന്ന റൂട്ടാണ് ആൻഡ് ദിസ് ഇസ് ആരു വാലി. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. കാരണം അവിടെ നമ്മൾ കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. ആൻഡ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ ഐ തിങ്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് യു ക്യാൻ ഡ്രസ്സപ്പ് ലൈക്ക് എ കശ്മീരി ദെയർ വിച്ച് ഐ ഡിഡ്. ബിക്കോസ് അതെൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ ഒരു സംഭവമായിരുന്നു, എന്തായാലും ഡ്രസ്സപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന്. ആൻഡ് ഐ ജസ്റ്റ് എൻജോയ്ഡ് ബീങ് എ കശ്മീരി ഫോർ എ വൈൽ.
അങ്ങനെ ബൈസരൺ വാലിയിൽ എൻട്രി ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണാൻ പോയത് ബേതാബ് വാലിയാണ്. അപ്പോൾ ഈ ബേതാബ് വാലിക്ക് അങ്ങനെ പേര് കിട്ടാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേതാബ് എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. സോ അതിനുശേഷം ഈ വാലീനെ ബേതാബ് വാലി എന്നാണ് പറയപ്പെടുന്നതെന്നാണ് മനസ്സിലായത്. ഇറ്റ് വാസ് ഓൾസോ സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കാരണം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ അവിടെ. ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതുപോലെ ബേതാബ് വാലിയിലും നമുക്ക് കശ്മീരി ഡ്രസ്സപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം അവിടെ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാർക്ക് പോലത്തെ കുട്ടികൾക്കും അല്ലാത്തവർക്കും കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഈവൻ അഡൾട്ട്സിനും കുറച്ച് ആക്ടിവിറ്റീസ് അവിടെ അവൈലബിൾ ആയിരുന്നു, വിച്ച് വാസ് ഓൾസോ നൈസ്. പിന്നെ അവിടെ ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അവൈലബിൾ ആയിരുന്നു. പക്ഷേ അത് ചെയ്യാൻ കുറച്ചും കൂടി ടൈം ഉണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ ഏതെങ്കിലും വഴിയിലകത്തോട്ടൊക്കെ പോയിട്ടായിരിക്കും വരുന്നത്. സോ അത്രയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Yes. അമ്മേ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നതെങ്കിലും ആ ഒരു 2 ദിവസം ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ശരിക്കും ഞാൻ മെസ്മറൈസ്ഡ് ആയിപ്പോയി കശ്മീരിൻ്റെ ആ ഒരു ബ്യൂട്ടിയിൽ, പെഹൽഗാമിൻ്റെ ബ്യൂട്ടിയിൽ. ആൻഡ് ശരിക്കും പെഹൽഗാമിൽ ഇനിയും ഒരുപാട് കാണാനുണ്ട്, കശ്മീരിൽ ഒരുപാട് കാണാനുണ്ട്. ഹോപ്പ്ഫുള്ളി എപ്പോഴെങ്കിലൊക്കെ വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇപ്രാവശ്യം പെഹൽഗാമിൽ നിന്ന് വിട്ടു. ആൻഡ് ആഫ്റ്റർ പെഹൽഗാം ഉണ്ടായിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ സീ യു സൂൺ.